അത്യാവശ്യം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിലൊരു പോർട്ട്ഫോളിയോ ഉണ്ടെങ്കിൽ അത്രയും നല്ലതാണ്. അതായത് നിങ്ങൾ മുമ്പ് ചെയ്തിട്ടുള്ള പ്രോജക്ട്സ്, നിങ്ങൾ എന്തെങ്കിലും ഓഡിറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള ആൾക്കാരാണ്, അല്ലെങ്കിൽ എവിടെയെങ്കിലും വർക്ക് ചെയ്തിട്ട് ഏതെങ്കിലും പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ എല്ലാം ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റിപ്പോർട്ടുകൾ അതെല്ലാം കൂടെ കൂട്ടി ഒരു പോർട്ട്ഫോളിയോ നിങ്ങൾ സ്വന്തമായിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. പിന്നെ നെക്സ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത് ഓൾറെഡി ലിങ്ക്ഡിന് കൂടെ തന്നെ നിങ്ങൾ ദുബായിലുള്ള നിങ്ങൾ ഫോക്കസ് ചെയ്യുന്ന കമ്പനികളുടെ HR-മാരായിട്ട് കണക്ട് ചെയ്യുക. HR-മാർ അതുപോലെ തന്നെ അതോറിറ്റിയിൽ ഇരിക്കുന്ന ആളുകളായിട്ട് നിങ്ങൾ കണക്ട് ചെയ്തിട്ട് ഒരു കോൺവെർസേഷൻ ഇനീഷ്യേറ്റ് ചെയ്യാൻ വേണ്ടി നോക്കുക. മൂന്നാമത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുമ്പേ വർക്ക് എക്സ്പീരിയൻസസ് ഒക്കെ ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രീവിയസ് വർക്ക് എക്സ്പീരിയൻസ് ലെറ്ററുകളും സാലറി സ്ലിപ്പുകളും സാലറി സ്റ്റേറ്റ്മെൻറ്റുകളെല്ലാം ഗെറ്റ് റെഡി ആയി വെക്കുക. കാരണം മിക്ക ഗൾഫ് എംപ്ലോയേഴ്സും നമ്മൾ ഇംപ്രസ്ഡ് ആണ് പ്രൊഫൈലിൽ നിന്നുണ്ടെങ്കിൽ വെരി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഈ ഡോക്യുമെൻറ്റ്സ് പ്രൊവൈഡ് ചെയ്യാനായിരിക്കും. അപ്പോൾ അതിൽ മാക്സിമം ഡിലേ ചെയ്യാതിരിക്കാൻ വേണ്ടി നോക്കുക. പിന്നെ അത് കഴിഞ്ഞ് നെക്സ്റ്റ് നമ്മൾ അറ്റസ്റ്റേഷനെ കുറിച്ച് മനസ്സിലാക്കുക. അതായത് നമ്മൾ എടുക്കാൻ പോകുന്ന ജോലി അല്ലെങ്കിൽ നമ്മൾ എത്തിപ്പെടാൻ പോകുന്ന ജോലിക്ക് വിസ പ്രോസസ്സിങ് ആവശ്യമുള്ളതാണെന്നുണ്ടെങ്കിൽ അറ്റസ്റ്റേഷനെ കുറിച്ചിട്ട് നമുക്ക് ഏകദേശം ഒരു ധാരണയുണ്ടാവണം.